ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിലേക്ക് സ്വാഗതം. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കളമശ്ശേരി കുടുംബശ്രീ അംഗങ്ങളാണ്. വെൽക്കം ടു ടോപ്പ് സിംഗർ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും എൻ്റെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ ഇഷ്ടപ്പെട്ടെന്നല്ല, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിന്റെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും ഒരു വലിയ വലിയ നമസ്കാരം, 1 കോടി നമസ്കാരം പറയുന്നു. കാരണം ഇന്ന് ടോപ്പ് സിംഗർ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം. താങ്ക് യു സോ മച്ച്. ഐ എം ഗോയിങ് ടു സിംഗ് എ സ്മോൾ സോങ്. ഓമനത്തിങ്കൾ കീടാവൂ നല്ല കോമളത്താമരപ്പൂ, പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നിലാവോ, പുത്തൻ പവിഴ കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ, ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ, മനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂ, പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നിലാവോ, പുത്തൻ പവിഴ കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ, ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ, അപ്പോ നമുക്ക് തുടങ്ങാറായി അല്ലേ? നമുക്ക് വിളിക്കാം. മീനുട്ടി, മീനുട്ടി. എന്തോ വിളിയുടെ ശക്തി കാരണം എനിക്ക് വെള്ളി വീണു. ഞാൻ ചില അംഗങ്ങളായി ഇതിനകത്ത്, നമ്മുടെ ഗ്രൂപ്പിലെ 10-20 കുട്ടികളിൽ ചിലർക്ക് വെള്ളി വീഴുമല്ലോ, അതുപോലെ ചെറിയ വെള്ളിയൊക്കെ വീണു മീനാക്ഷിയെ വിളിച്ചപ്പോഴും. സാരമില്ല, പോട്ടെ. പിന്നെ നമ്മൾ തുടങ്ങുകയാണോ? എന്തെങ്കിലും എന്നെ കളിപ്പിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട്? അതെ, ഞാൻ ഒരെണ്ണം ഓർത്ത് വെച്ച് കേറിയപ്പോ മറന്നുപോയി. നന്നായി. അപ്പൊ ഞാൻ ഒരെണ്ണം ഓർത്ത് വെച്ചു. കേറിയപ്പോ എനിക്ക് വളരെയധികം ഓർമ്മ വന്നു. ഓ, എന്താ ചോദിക്കട്ടെ? ആരും പറഞ്ഞു കൊടുക്കരുത്, അടപ്രവേ പറയരുത് കേട്ടോ. തലയിൽ കാല് വെച്ച് നടക്കുന്ന ഒരു ജീവി. അത് നിന്റെ തലയല്ലേ? അങ്ങനെയല്ല, ആരുടെ തല വിട്ടാലും അത് തലയില കാല് വെച്ചെടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ തലേന്നെടുത്ത് വേറെ ആളുടെ തല വെച്ചു, അപ്പൊ അത് അവിടെ കാല് കുത്തിയല്ലേ നടക്കാം. ആണോ? അതെ. ശരിയാക്കി ആണോ? അല്ലേ? ശരി ഉത്തരമാണ്. ഒരു കയ്യടി കൊടുക്കുക. ഒരു 10,000 രൂപ സമ്മാനമായിട്ട് ഞാൻ പോട്ടെ. താങ്ക് യു. അഴകിന്റെ ആലാപനത്തിന്റെ ആനന്ദ ലഹരിയിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം. വെൽക്കം ടു ഈസ്റ്റ് ടോപ്പ് സിംഗർ, co-powered by ബൈജൂസ് ആപ്പ് ആൻഡ് ലുലു. കുട്ടിപ്പാട്ടുകാരോട് കൂട്ടുകൂടാൻ കുറുമ്പ് കൂടിയ നമ്മുടെ പ്രിയ ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, സിത്തു ചേച്ചി. സംഗീതവേദിയിലെ ശ്രുതിലയ സാന്നിധ്യം നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീംസ് നൽകുന്ന 15 ലക്ഷം രൂപ. പാട്ടിന്റെ പോരാട്ടത്തിലെ രസികൻ പാട്ടുകാരൻ നമ്മുടെ സ്വന്തം ആദിത്യൻ. വെൽക്കം ആദിത്യൻ ഓൺ സ്റ്റേജ്. ഫേവറേറ്റ് റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയ പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു, ഈ പാട്ടാണ്. ഇത് അഥർവം സിനിമയിൽ MG ശ്രീകുമാർ സാർ പാടിയ പാട്ടാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇളയരാജ സാറാണ്.
അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയ ഈ പാട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ പാടിയിട്ട് വരാം. എന്തുണ്ട് വിശേഷങ്ങൾ മകാനെ? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ പണ്ട് നമ്മള് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ? ഫംഗ്ഷനാ? ഒരു ഫംഗ്ഷൻ കണ്ടില്ലേ? ചവറയിൽ. ഞാൻ പറഞ്ഞില്ലേ അന്ന് ചീഫ് ഗസ്റ്റ് ആദിത്യനായിരുന്നു. ഞാനവിടെ ചുമ്മാ സംബന്ധിക്കാനായിട്ട് പോയതാണ്. അപ്പൊ ചീഫ് ഗസ്റ്റ് ആദിത്യൻ സാറായിരുന്നു. ആദിത്യ സാറിന് ആ പാട്ട് വേണം ഈ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. തങ്കത്തളികളാണെന്ന് ചോദിച്ചത്. ഇപ്പൊ പുതിയ പാട്ട് ഏതാണ് ചോദിക്കാറുള്ളത്? എപ്പോഴും ചോദിക്കുന്ന മറക്കുമോ നീ എന്റെ മൗനഗാനം. മൗനഗാനം എന്ത് രസമായിട്ട് പാടിയിടാ നീ. ഓക്കെ, ഇപ്പൊ ഏതാ ഇപ്പൊ പാടാൻ പോകുന്നത്? പൂവായി വിരിഞ്ഞു. രാജാ സാർ ആൻഡ് ONV സാർ. ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതിന് ഒരു കഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് അണ്ണനാണ് മലയാളത്തിൽ അതിന്റെ ഒറിജിനൽ ട്രാക്ക് പാടിയത്. തെലുങ്കില് അതിന് ഡബിങ് വന്നപ്പോൾ അത് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോ ഇപ്പോ അണ്ണൻ പാടിയ പിന്നെ ഞാൻ പാടിയ പാട്ട് ഇപ്പോ നമ്മുടെ ആദിത്യകുമാരൻ പാടാൻ പോകുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നുകരുവതിനുണരുമൊരു ദാഹം കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം പ്രണവമധു നുകരുവതിനുണരുമൊരു ദാഹം കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ ഉന്മയത്തിനുള്ളിലെരിയുന്ന ഘടദീപം മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ ഉന്മയത്തിനുള്ളിലെരിയുന്ന ഘടദീപം കാണാനുഴറുന്നു നാടായ നാടും കാടായ കാടും തേടി
மூக்கு மூக்க எல்லாமே காட்டாயி என்ன செஞ்ச പൂവല്ല വിരിസേ തേനല്ലു കുരിസേ പൂവല്ല വിരിസേ തേനല്ലു കുരിസേ എലതേത്തി വിരി തോട്ടി കലിസേ. ഇങ്ങനെ പണ്ട് പാടിയത് ഒരു ഓർമ്മ. അതെങ്ങനെ പറഞ്ഞാൽ ഡബിങ് ആയതുകൊണ്ട് ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ ഇളയരാജ സാറിനൊക്കെ കാണാൻ പറ്റുന്നൊക്കെ സ്വപ്നം കണ്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷേ അദ്ദേഹത്തിന്റെ പൊടി പോലെ അവിടെ ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഈ തിയേറ്ററിൽ ഈ സിനിമ ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ ലിറിക്സ് പറഞ്ഞു തന്ന് അതനുസരിച്ചാണ് ഈ പാട്ട് അന്ന് പാടിയത്. അപ്പോൾ ഞാൻ കേട്ട് പഠിച്ചതെല്ലാം ചേട്ടൻ്റെ വോയിസാണ്. അത് അതുപോലെ പകർത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ പാടിയതിന്റെ അടുത്തെങ്കിലും പാടാനും പറ്റില്ല. അങ്ങനൊന്നുമല്ല, അതൊരു സത്യമാണ്. ഇല്ല സത്യമൊക്കെ അതുപോലെ പറയണ്ടേ. അല്ല, ഇപ്പൊ കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഷ വ്യത്യാസമുണ്ട്, അതിനകത്തൊരു സുഖമുണ്ട്. മലയാളത്തിനെക്കാട്ടിൽ എപ്പോഴും സുഖമുള്ള വാക്കുകളാണ് തമിഴിൽ, ഒഴുകാന വാക്കുകൾ നമുക്ക് തമിഴിലും ബാക്കിയുള്ള ഭാഷയിലും. മലയാളത്തിലാണ് ഏറ്റവും കട്ടി കൂടിയ വാക്കുകൾ. അതാണ് ഈ ONV സാറിന്റെ മോൻ്റെ ഒരു വലിയ കൈയടി തരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാക്കുകൾ മുഴുവൻ കാണാ പഠിച്ചതിന് ആദ്യം ഒരു കൈയടി. കാരണം ഇളവയിൽ തഴുകിയിരു മുകുളമിതു നീട്ടി ഇതളുകളിൽ നിറകതിര് തൊടുകുഴികൾ ചാർത്തി ചന്ദനപ്പടിയിൽ അല്ല ചന്ദനമണിപ്പടിയിൽ ഉണ്ണി വിളയാടി, പിന്നെന്താണ് ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ താനേ ചിരിക്കും താരങ്ങൾ പോലെ മണ്ണിന്റെ മാറിൽ മാന്തളിര് പോലെ മാറു മൃദുശോഭകളെ ഭൂമി വരവേൽക്കയായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ONV സാറിന്റെ ഒരു ഇതിനകത്തുള്ളൊരു വരി തന്നെ, മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ ഉണ്മയതിനുള്ളിൽ എരിയുന്ന ഘടദീപം. ഇന്ന് ചരിത്രത്തിൽ ഒരു മനുഷ്യൻ പോലും ഇങ്ങനൊരു കവിത ഇതുപോലെ ഒരു പാട്ടിൽ എഴുതി കാണില്ല. ഞാൻ പാടിയിട്ടില്ല. 36-37 വർഷമായിട്ട് പാടുന്നു ഇങ്ങനൊരു വരി. അതായത് ഉണ്മയതിനുള്ളിൽ എരിയുന്ന ഘടദീപം. ഘടദീപം എന്നാണ് പാടി, അല്ലല്ലോ? കടദീപം. ആ, ഓക്കെ. നന്നായിട്ട് പാടി മോനെ, വെരി ഗുഡ്, നന്നായിട്ട് പാടി. ചെറിയ ചെറിയ സംഭവങ്ങള് മോന് ഇപ്പൊ തന്നെ കുട്ടം പാടിയത് കേട്ടായിരുന്നു. പൂവായി വിരിഞ്ഞു, അത് രാജാ സാർ അങ്ങനെ പാടാ. ആദ്യം ഞാൻ ഇങ്ങനെ പാടിയപ്പോ പറഞ്ഞു ഇന്തമാതിരി പാടുക. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു, ആ കൈയിലോ ലോ അമ്മാനയാട്ടം, ഈ കൈയിലോ പാൽക്കാവടി. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു കൊച്ചു സ്ഥലങ്ങളുണ്ട്. അവൻ അസാധ്യമായിട്ട് പാടി. ഇതൊക്കെ കുറച്ച് വിട്ടുപോയി. ആദ്യം അങ്ങനെ ക്ലൈഡ് എടുത്തായിരുന്നു. അങ്ങനെ പാടിയെന്നാ ചോദിച്ചത്. ആ, അങ്ങനെ പാടി കേൾപ്പിക്കുക. അതായത് പാസ അതിന് ഒരു ഗ്ലൈഡ്, പൂവായി വിരിഞ്ഞു, അത്രയും പ്രകടമാകാതെ ഒന്ന് പാടി 2 എണ്ണം. എന്നിട്ട് ബാക്കിയെല്ലാം പ്ലെയിൻ, അറ്റത്ത് മാത്രം ഒരു ചെറിയ കുനിപ്പ്. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു, ആ കൈയിലോ ആ കൈയിലോ ലോ ആ കൈയിലോ ലോ ലോ ആ കൈയിലോ രീലെന്ന് കൈയിലോ ലോ അല്ല, ആ കൈയിലോ രീ ആ കൈയിലോ അമ്മാനയാട്ടം, ഈ കൈയിലോ പാൽക്കാവടി. ഓക്കെ. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു, ആ കൈയിലോ അമ്മാനയാട്ടം, ഈ കൈയിലോ പാൽക്കാവടി. കാലം പകർന്നു തുടി താളം, പൂവായി വിരിഞ്ഞു
വെരി ഗുഡ്. അതുപോലെ തന്നെ മൃണ്മയ മനോജ്ഞം, അവിടെ ഒരു ആ ഭാവം ഒന്ന് കൊടുത്തേ. മൃണ്മയ മനോജ്ഞമുട വീണുടയുകില്ലേ ഉണ്മയതിനുള്ളിലെ ഉണ്മയതിനുള്ളിൽ ഉണ്മയതിനുള്ളിലെരിയുന്ന കടദീപം. ആ ഭാവം കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവന്നിട്ടുണ്ട്. മൃണ്മയ മനോ, അതാണ് എന്റെ സംഭവം. എന്നത് മൃണ്മയ മനോജ്ഞ അത് എക്സാക്ട്. അതാണ് സംഭവം. അപ്പം വളരെ നന്നായിട്ട് പാടി. ശ്രുതിയൊക്കെ പല സ്ഥലങ്ങളിലും കുറച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും 90% ശ്രുതി ശുദ്ധമായിരുന്നു. പിന്നെ ആ വെള്ളിയുടെ അസുഖം തുടങ്ങിയോ? ഇല്ല. 2-3 സ്ഥലത്ത് വെള്ളി ഒന്ന് സ്ലിപ്പ് വിടായിരുന്നു വോയിസിന്. വെള്ളി സ്ഥിരമായിട്ടില്ലല്ലോ, ഓവർ പ്രാക്ടീസിന്റെ ആയിരിക്കും അത്. അവന് കുറച്ച് കൂടുതൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കാണും. അപ്പൊ എന്ത് പറ്റുക, സ്ട്രെയിൻ ആയി വോയിസ്. അങ്ങനെയും വെള്ളി വീഴാം. 3-4 സ്ഥലത്തൊരു ക്ലിക്ക് 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 എന്ന് പോയായിരുന്നു ചരണത്തിലൊക്കെ. സാരമില്ല, അതൊന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഈ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ശബ്ദ വ്യത്യാസം വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഇത് വരുന്നതാണ്. നേരത്തെ നമ്മള് സൂര്യനാരായണന്റെ അടുത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പൊ കോൺഷ്യസ് ആവരുത് അത് കേട്ടോ. അങ്ങനെ ശബ്ദം മാറുമെന്ന് പറഞ്ഞിട്ട് യു ഡിഡ് എ ഗുഡ് ജാബ്. വെരി ഗുഡ്. വാവ്. ആദിത്യ അസലായി പാടിയിട. താങ്ക് യു മാം. നല്ല രസമായിരുന്നു ആദിത്യന്റെ പാട്ട് കേൾക്കാൻ. ആദിത്യൻ കൊടുക്കുന്ന എക്സ്പ്രഷൻസേ താനേ ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രണവമധു നുകരുന്ന അവിടെയൊക്കെ പാടുന്നില്ലേ? വെറുതെ ഒന്ന് പാടി കേൾപ്പിക്കോ? അവിടെ ഞാൻ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു സിതു. പ്രണവമൃദു മധുര അങ്ങനെ പാടാം. പ്രണവമൃദു മധുര അങ്ങനല്ല, പ്രണവമൃദു മധുര താരീരി താരീരി തരരാ തരരാര താരി, ആ രീതിയിൽ പറഞ്ഞ പ്രണവമധു നുകരുവതിനുണരുമൊരു ദാഹം കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം. ഇപ്പം അഞ്ചിൽ പറഞ്ഞതിന് തോന്നുന്നത് വേണമെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഡൈനാമിക്സ് ലൗഡായിട്ട് കാണിക്കാം അല്ലേ സാർ? ഇങ്ങനെ ആ ഒഴുക്കുണ്ടല്ലോ. ചേട്ടൻ പാടിയാൽ അങ്ങനെ ഉണ്ട്. ഞാൻ പാടിയപ്പോഴും പ്രണവ മൃദു മധുര സുധകർ തനുവു കക്കയോഗം സാഗിന്തി സാഗിന്തി സെലയേട്ടി പാട്ട അങ്ങനെ പാടിയത്. അപ്പൊ ആ കോമ്പോസിഷൻ ബ്യൂട്ടിയാണ് അതവിടെ. അപ്പൊ അത് ഓർത്തോണം കേട്ടോ. അത് ആ പോർഷൻസ് ഇല്ല. ഇപ്പൊ മോൻ രണ്ടാമത് പാടുന്ന സമയത്ത് നീ ഓർത്താണ് പാടണേ, സൂക്ഷിച്ച് പാടുക. പക്ഷെ അത് 2 തവണ ഇങ്ങനെ പാടി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിന് സുഖമായിട്ട് പാടാൻ പറ്റും. അങ്ങനെ നല്ല രസമായിരുന്നു കേൾക്കാൻ കേട്ടോ പാട്ട്. ആസ് അവിടെ ശ്രുതിയുടെ പ്രശ്നം വളരെ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ അവസാനത്തോട് അടുക്കുമ്പോൾ ചെറിയ ക്രാക്ക് വരുന്നുണ്ടായിരുന്നു ശബ്ദത്തിന്. ഇങ്ങനെ ഒരു വെള്ളിയുടെ ഒരു ചെറിയ ടെൻഡൻസി വരുന്നുണ്ടായിരുന്നു. അത് മൈൻഡ് ചെയ്യണ്ട, അത് ക്ഷീണത്തിന്റെ ആയിരിക്കും. കേട്ടോ, ബാക്കി എല്ലാം നല്ലതായിരുന്നു കേൾക്കാൻ. നല്ല മെച്ചോർഡായിട്ട് പാടണമായിട്ട് തോന്നി ആദ്യത്തെ. ഇങ്ങനെ ഇരുന്ന് നല്ല രസമായിട്ട് ആ സിംഗിങ്ങിൽ ആ ഒരു ഇതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വരികളുടെയൊക്കെ ഒരു അതിൻ്റെ ഒരു വെയിറ്റ് കൊണ്ടും കൂടി അത് ഭംഗിയായിട്ട് മുഴുവൻ പഠിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു അക്ഷരങ്ങളൊക്കെ കേട്ടോ. ഇടയ്ക്കൊരു ഉഴപ്പ് തോന്നിയിരുന്നു ആദ്യത്തിന് കഴിഞ്ഞ ഇടയ്ക്കോ സമയത്ത്, കുറേശ്ശെ മുമ്പ്, ഒരു 2-3 എപ്പിസോഡ്സ് മുമ്പ്. അതൊക്കെ മാറിയപ്പോ ആദ്യത്തിനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പറയുമ്പോ ആദ്യത്തെ ഇവിടെ ചിരിക്കുമ്പോ ആദ്യത്തിന്റെ അമ്മ അപ്പുറം ചിരിക്കുന്നുണ്ടാവും. അമ്മ അച്ഛനും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ടെലിവിഷനിൽ കാണുമ്പോ. അവനെ എന്തെങ്കിലും കളിയാക്കിയാൽ അവരാ കൂടുതൽ ചിരിക്കണം. ശരി മാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മകനെ എന്തോ അസാധ്യമായിട്ട് പാടി. അസാധ്യം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതില്ലാന്നല്ല. പക്ഷെ ഞാൻ വെറുതെ അല്ല അസാധ്യമായിട്ട് പാടിയെന്ന് പറഞ്ഞു. അത് നിന്റെ ടാലന്റിനെ നമസ്കരിച്ചുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഹാറ്റ്സ് ഓഫ്. മിടുക്കനാണ്. സംശുദ്ധമായിട്ടാണ് പാടിയത്. അതാണ് ഈ പാട്ട് അങ്ങനെ പാടുന്നത്. അതിന്റെ ശുദ്ധം നല്ല നറുനെയ്യ് പോലെ ശുദ്ധമായ പാട്ടാണ്. അപ്പൊ ആ ഒരു വേറെ അനാവശ്യ കളറുകളൊന്നും ഇല്ലാതെ, അതിനെ നശിപ്പിക്കാതെ, അതിനെ വിഭജിക്കാതെ എല്ലാ ഡയമെൻഷൻസും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റി. അല്ല ചേട്ടാ, അങ്ങനെയല്ലേ തോന്നി? 100%. സിത്തു അല്ലേ? തീർച്ചയായിട്ടും. ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതവന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പാടുന്നുണ്ട്. സോ ഹീസ് മച്ച് ടാലന്റ്. നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. ഇപ്പോൾ പെർഫോമൻസിൽ ചിലപ്പം ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഗ്രേഡിനെ അത് കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച്
നമുക്ക് നമ്മളിങ്ങനെ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതല്ല ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ടത് ആദ്യത്തിന്റെ ടാലന്റ് ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഫൈസൽ കണ്ണ എന്ത് പറയുന്നു? നമുക്ക് എന്ത് ഗ്രേഡാണ് ആദ്യത്തിന് കൊടുക്കുക? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? നന്നായി പാടിയതുകൊണ്ട് അൾട്ടിമേറ്റ് ആണ് ഫൈസലിന്റെ അഭിപ്രായം. ജോസണ്ണ വളരെ നല്ല രാഗഭാവങ്ങൾ പാടിയാണ്. നമുക്ക് ഏത് ഗ്രേഡാണ് കൊടുക്കേണ്ടത്? അൾട്ടിമേറ്റ് കൊടുക്കാം. അൾട്ടിമേറ്റ്. ഡെൻസൺ അൾട്ടിമേറ്റ് കൊടുക്കാം സാറേ. ഫ്രാൻസി ഒഡിസേ അൾട്ടിമേറ്റ്. ഫ്രാൻസേട്ടാ അൾട്ടിമേറ്റ്. എല്ലാരും പറഞ്ഞു, പക്ഷെ തീരുമാനം എടുക്കുന്നത് ചീഫ് ജഡ്ജ് എന്ന് പറയുന്നത് വൈദ്യരാണ്. അപ്പൊ വൈദ്യരോട് ചോദിക്കട്ടെ, വൈദ്യരെ നമുക്ക് ഏത് ഗ്രേഡാണ് കൊടുക്കേണ്ടത്? അപ്പൊ വൈദ്യര് തീരുമാനാക്കി. വൈദ്യര് പറഞ്ഞനുസരിച്ചിട്ട് മുത്തുമണിക്കൊന്നും പറയാനില്ല, മുത്തുമണിയൊക്കെ ദൂരെ കിടക്കുക. ഇന്ന് ഗ്രേഡ് എന്ന് പറയുന്നത് എ അൾട്ടിമേറ്റ്. അൾട്ടിമേറ്റ് മാത്രമല്ല, ഒരൗൺസ് ദശമൂലാരിഷ്ടം കൂടെ വൈദ്യരല്ലേ. ഒന്നുമില്ലടാ. കണ്ണൻ ആൻഡ് ലോനപ്സ് സ്പെഷ്യൽ പുഗേഴ്സ്. Congratulations, you are awarded a ultimate. പിള്ളേരൊക്കെ പോക്കോ. പിള്ളേർ പോക്കോ. താങ്ക് യു ആദിത്യ. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ചേട്ടാ, നമ്മുടെ ഫൈസലിന് ഒരു ലഡ്ഡു കൊടുക്കും. ലഡ്ഡു ഒന്നല്ല, ഒരു 5-6 കൊടുക്കാം. ചെറിയ കാര്യമാണ് സംഭവിപ്പിച്ചിരിക്കുന്നത്. മൊത്തം ഭയങ്കര ബിസിയാ. ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. നമുക്ക് സ്റ്റേജിൽ പോവാം. സ്റ്റേജിൽ പോയിട്ട് പറയാം. ഞങ്ങൾ അങ്ങോട്ട് വരിക. പ്ലീസ് വെൽക്കം. ഇപ്പോ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും, എന്തിനാണ് ഈ കണ്ണനെ മാത്രം വിളിച്ചിട്ട് ലഡ്ഡു കൊടുക്കുന്നത്? ബാക്കി ഇത്രയും പേര് ഇവിടെ ഇല്ലേ, ഒരു മാടപ്രാവ് കെട്ടാൻ വരുമായിട്ട് ഇങ്ങനെ പെര തള്ളി നിൽക്കുക. പെര തള്ളി, അതായത് പെരെ തള്ളി നിൽക്കുക ഇങ്ങനെ. എന്നെ കെട്ടത്തില്ല. അപ്പൊ ഈ കണ്ണന് മാത്രം എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പറയത്തില്ല 1000 ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി. ഇത് 1000 ആരോഗ്യ സന്താന സമൃദ്ധിയോടുകൂടി ഇനിയും ഇനിയും ഇഷ്ടംപോലെ എന്താണ് കുടുംബത്തിൽ കുഞ്ഞിക്കാലുകൾ കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ. കൺഗ്രാജുലേഷൻസ്. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടി. ഇപ്പൊ എത്ര? 4ാമത്തെ കുട്ടിയോ? ഒരു ഇരട്ട കുട്ടികളും ഇപ്പൊ കുഞ്ഞുമാവേ. പേരെല്ലാരും പറഞ്ഞു കൊടുത്തേ. എന്താ? അല്ല, കുഞ്ഞുങ്ങളുടെ പേരൊന്ന് പറയാൻ പറഞ്ഞതാ. ആദ്യത്തത് ഇരട്ടകളാണ്. മോന്റെ പേര് ദിയ അൽദിൻ, മോള് ഫൈസാഹന. ഇപ്പൊ ഇസ് അൽദിൻ. നല്ല പേര്. സോ കൺഗ്രാജുലേഷൻ. ഇപ്പൊ എത്ര വയസ്സായി? 32. 3. இதமாய் இதமாய் என்னை அணைப்பாயா, இதமாய் சுகமாய் என்னில் படர்வாயா, இதமாய் உடலில் உயிர் பதிப்பாயா. മറവായില്ല ഒരു മുത്തത്തില തിരയേതുമില്ല സിറുവെക്കത്തില കളവാടുമ്പോൾ
ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീംസ് നൽകുന്ന 15 ലക്ഷം രൂപ. രാഘവാനിലെ അതിരില്ലാത്ത സൗന്ദര്യം പ്രിയ ഗായിക ശിവാനി, വെൽക്കം ഓൺ സ്റ്റേജ്. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുക. അടുത്തടുത്ത് എന്ന സിനിമയിലെ ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം എന്ന പാട്ടാണ് ഞാൻ രവീന്ദ്ര മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. അപ്പോൾ ഈ പാട്ട് അധികം കോമ്പറ്റീഷൻസിലൊന്നും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ പാട്ട് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ രവീന്ദ്ര മാസ്റ്ററിൻ്റെ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കുറേ സംഗതീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനായി വൃത്തിയോടെ പാടാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. മനോരഞ്ജിനി സുരംഗനി സൂപ്പർ സുരസുന്ദരി. ആഹാ മനോരഞ്ജിനി സുരംഗനി സൂപ്പർ സുരസുന്ദരി. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും രവീന്ദ്ര ആഹാ, ഇല്ലിക്കാടും. ഭയങ്കര സന്തോഷമായി. ഒത്തിരി 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 ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്കൊന്ന് ഒരു പല്ലവി നമുക്ക് ഒന്നിച്ച് പാടിയാലോ? ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. താരും തളിരും ചൂടും ഹൃദയം മഞ്ഞും മഴയും മലരായി മാറും. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ഓ അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് റിഹേഴ്സൽ നോക്കിയിട്ട് പാടിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. താരും തളിരും ചൂടും ഹൃദയം മഞ്ഞും മഴയും മലരായി മാറും. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം.
ചേരും നിമിഷം താരും തളിരും ചൂടും ഹൃദയത്തോ മഞ്ഞും മഴയും മലരായി മാറും ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ശിവാനിക്കുട്ടി, സർ, എന്താ പറയുക, നല്ല സുഖമായിട്ട് ആ പാട്ടിനെ താലോലിച്ച് ശ്രുതി ശുദ്ധമായിട്ട് നല്ല രസകരമായിട്ട് നല്ല സൂത്തിങ് ആയിട്ട് പാടി. വെരി ഗുഡ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. എസ്പെഷ്യലി ഇപ്പൊ കുട്ടന്റെ ഫേവററ്റ് സോങ് ആണ്, എന്റെയും ഫേവററ്റ് സോങ് ആണ്. എങ്കിലും അതിനോട് ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് പഴയ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തു, മോക്ക് പറ്റിയ പാട്ട്, മോക്ക് പറ്റിയ റേഞ്ച് എല്ലാം സെലക്ട് ചെയ്ത് വന്നപ്പോൾ അതിന് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുന്നു. അതാണ് എൻ്റെ ഇന്നത്തെ സന്തോഷം. കാരണം എപ്പോഴും നമ്മളൊരു കുറ്റം പറയുമ്പോഴത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ മോക്ക് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന 3 പേർക്കാണ് വിഷമം. കാരണം നമുക്കങ്ങനെ പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളത്. ഇന്ന് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂർണ്ണമായിട്ടും ഇതിനകത്ത് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് പറയാം. നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. കാരണം നല്ല ഒരു ഹസ്കിനെസ് ഉണ്ടായിരുന്നു. ശരിക്കും ഈ പാട്ടിൽ, ഒറിജിനൽ പാട്ടിൽ ഇത്രയും ഹസ്കി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും പാടിയത് നന്നായിരുന്നു. നല്ല സെലക്ഷൻ. ആരാ സെലക്ട് ചെയ്ത്? ഇത് ശ്യാം സാറും വൈശാഖ് സാറിൻ്റെ അടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവർക്കും ഒരു വലിയ ഒരു ഹായ് പറയുന്നു. വെരി ഗുഡ്, ഗുഡ് വർക്ക്. നല്ല നല്ല കോച്ചിങ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോക്ക് പറ്റിയ രീതിയിലുള്ള പാട്ട് അതേ എടുക്കാവൂ. കാരണം വേറൊന്നുമല്ല, നമ്മളെ കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ എടുത്ത് വിജയിപ്പിക്കുക. ചിലരൊക്കെ പറയും ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ള പാട്ട് പാടുമ്പോഴേ നിറച്ച് മാർക്ക് കിട്ടും, കുറേ സ്വരങ്ങളൊക്കെ ഉള്ള പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ എല്ലാവരും അവർ അൾട്ടിമേറ്റ് ഒക്കെ തരുമെന്ന് തരും. ഇവിടെ വന്ന് ദേണ്ട തലയും കുത്തി അങ്ങ് വീഴും. അപ്പം ഇന്ന് വളരെ ശ്രദ്ധിച്ച് പാടിയുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു സർ. വെരി ഗുഡ്. ഒരു എത്ര വർഷം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയും അധികം വർഷങ്ങൾ എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഈ പാട്ട്. അതിന് കാരണം രാത്രി പ്രത്യേകിച്ച് ഞാൻ തനിച്ചായിരിക്കുമ്പോൾ പല പല സ്ഥലങ്ങളിൽ താമസിക്കും, പല ഹോട്ടലുകളിലും മറ്റൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ രാത്രി ഉറക്കം വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും. അപ്പോൾ ഇങ്ങനെ പല പാട്ടുകളും, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ കേട്ട് ഉറങ്ങുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിലെപ്പോഴും ഫീച്ചർ ചെയ്യുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ഈ ഇല്ലിക്കാടുമാണ്. അപ്പോൾ ഇറ്റ്സ് എ ലിൽറ്റിംഗ് മെലഡി. രവീന്ദ്രൻ മാസ്റ്ററുടെ സച്ച് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. എഴുതിയിരിക്കുന്നത്, എനിക്ക് ലിറിക്സ് വളരെയധികം സത്യനന്ദിക്കാട് സാറാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ കോമ്പിനേഷനിൽ ചില വേറെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. ഈ പാട്ട് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കൂട്ടായ പാട്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടായ പാട്ട്, എൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ടുള്ള ഈ പാട്ട്, ആ പാട്ട് ഇവിടെ അവതരിപ്പിച്ചതിന് താങ്ക് യു സോ മച്ച്. വളരെ സോഫ്റ്റായിട്ടും സൂത്തിങ്ങുമായിട്ട് പാടി. കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് പാടിയാൽ നന്നായിരിക്കും. ആ സോഫ്റ്റ്നെസ്സിൽ ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം ശ്രുതി ചേർന്നു ശ്രുതി ചേർന്നു ശ്രുതി ചേർന്നു അങ്ങനെ ശ്രുതി ചേരാൻ. അപ്പോ അതിന്റെ ട്യൂൺ ഇല്ലേ, അതുപോലെ താനെ പാടും. അത് കുറച്ചുകൂടെ പുഷ് ചെയ്യണം. താനെ പാടും താനെ 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 താനെ
താനെ ആ ഒന്നുകൂടി. താനേ. താനെ അവിടെ എത്തിയില്ല. അവിടെ ആ വളവ് വേണം അവിടെ. താനേ പാടും. താനെ പാടും. അങ്ങനെ പഠിച്ചു പോയി. അപ്പൊ അതൊന്ന് ഒറിജിനലും കേട്ടത്. ഈ തരരാ. ആ ഭാഗത്ത് ആ നോട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ ആ നോട്ടല്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഓ താരി 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 താരി. ക്യൂട്ടായിട്ട് വേണം. മഞ്ഞും മലരും തരര് തരര് ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പാടിക്കഴിഞ്ഞാ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് പാടാൻ പറ്റും. ഓ അവിടെ പാടിക്കേ. ഞാൻ പറഞ്ഞ ക്യൂട്ടായിട്ട്. താരും തളിരും ചൂടും ഹൃദയം ഓ മഞ്ഞും മഴയും മലരായി മാറും ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ഈ പാട്ടിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ പാട്ടിന് ഓർക്കസ്ട്ര എത്ര പേരുണ്ടാവും അറിയാമോ? എത്ര പേരുണ്ടാവും ഇനുട്ടി? ഈ പാട്ടിന്റെ ഓർക്കസ്ട്ര എത്ര പേരുണ്ടാവും? എവിടെ? ഇവിടെയോ? അല്ല, ഇത് ഒറിജിനൽ റെക്കോർഡ് ചെയ്തപ്പോ. ഇവിടെ ഇപ്പൊ എത്ര പേര് ഓർക്കസ്ട്ര ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഒരുപാട് പേരുണ്ടാവില്ലേ? എത്ര പേരുണ്ടോ? ഒത്തിരി ഉണ്ടാവില്ലേ? അങ്ങനെ ഈ പാട്ട് കേട്ടാ അറിഞ്ഞൂടെ? ഒരു കീബോർഡ്, ഒരു ഗിറ്റാർ, ഒരു ബേസ് ഗിറ്റാർ, അത്രേ ഉള്ളൂ. മാക്സിമം 4-5 ഇൻസ്ട്രുമെന്റ് ഈ പാട്ടിലുള്ളൂ. മാത്രമല്ല, നേരത്തെ പാടിയ ഷട്ടിൽ കളിക്കുന്നത് പറഞ്ഞില്ലേ? അങ്കിളല്ലേ ഒച്ച ഒച്ച ഉണ്ടാക്കി. ഞാൻ തന്നെ ഒച്ച ഞാൻ തന്നെ. അപ്പൊ അതിന് ഈ സിനിമയിലെ എഫക്ട്സ് ചെയ്യുന്ന, അന്നത്തെ കാലത്ത് എഫക്ട്സ് ചെയ്യുന്ന അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് വിളിച്ചിട്ട് അദ്ദേഹമാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ എഫക്ട് അതുപോലത്തെ അദ്ദേഹത്തിനും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം 4-5 പേര് മാത്രമേ ഇതിന്റെ ഓർക്കസ്ട്രയിലുള്ളൂ. അപ്പൊ ഓർക്കസ്ട്രേഷനിൽ സിംപ്ലിസിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് തെളിയിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഇത്. എനിവേസ് ശിവു, ഇറ്റ്സ് എ വെരി ബ്രില്യൻറ്റ് സോങ് സെലക്ഷൻ ബിക്കോസ് ഈ ശിവുവിന് പറ്റിയ ഒരു പാട്ട് കൂടെയാണ്. സോ ദാറ്റ്സ് ഗുഡ്. ശിവാനിക്കുട്ടി നന്നായിട്ട് പാടി. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ സെലക്ഷൻ ഭയങ്കര നല്ലതായിരുന്നു. ഒരു ക്ലാസിക് മെലഡി ആയിട്ട് പോലും ശിവാനിക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള പാട്ട് സാർ പറഞ്ഞല്ലോ. അതായിരുന്നു ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ കുഞ്ഞ് ഇപ്പൊ നിമിഷം എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിയുടെ പ്രശ്നം അതിപ്പോ പാടുമ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഫുൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അത് മാത്രം. പിന്നെ അവിടെ 1-2 സ്ഥലങ്ങൾ മാത്രം. അതർവൈസ് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ശിവാനിയുടെ. ഇവിടെ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള, വളരെ സന്തോഷം തോന്നുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കുരുവികൾ പാറും ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. മുത്തൂസ് പറയുന്നത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ശിവുവിന്റെ ഒരു അസൽ പെർഫോമൻസിന് വേണ്ടി. ഇന്ന് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു 70% മുത്തൂസ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ മുത്തൂസ് wants to give you or award you a top. Thank you sir. Kannan and Lonaps, congratulations, you are awarded a top for the song. Thank you sir. ശിവാനി, all the best. ഓർക്കും മുൻപിന്നിൽ ഒഴുകിയ
പാട്ടുകളും മനസ്സിലെ മായാത്ത ഓർമ്മയായി തങ്ങി നിൽക്കുന്ന പ്രിയവേദിയിലെ കുസൃതി പാട്ടുകാരി നമ്മുടെ സ്വന്തം വൈഷ്ണവി കുട്ടി. വെൽക്കം ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് അമ്പിളിമാമ കുമ്പിളിൽ എന്താണ് എന്നുള്ള പാട്ടാണ്. ഈ പാട്ടിൻ്റെ സിനിമയുടെ പേരാണ് പാവപ്പെട്ടവൾ. ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത് അമ്മയാണ്. ഈ പാട്ട് പാടിയത് പീലിയിലെ അമ്മയാണ്. അപ്പം നല്ലപോലെ പാടിയിട്ട് വരാമേ. ഹലോ ഹലോ, ഇതെന്താണ് വൈഷ്ണവിക്കുട്ടി? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്. ചോർന്ന പോണ്ടല്ലോ. കംപ്ലീറ്റ് കാറ്റ് പോണല്ലോ, എന്ത് പറ്റി? ഇതിനകത്ത് റെഡ് പൂവുണ്ട്. ഡ്രസ് എന്ന് പറഞ്ഞേ? ഡ്രസ് ഡ്രസ് നന്നായിരുന്നു, കാറ്റ് പോണു. ഇല്ല, മൊത്തം പോയില്ല, പോണു. ഡ്രസ്. എന്നാലും അവിടെ ഇവിടെ ഒക്കെ കൂടെ കാറ്റ് പോകുന്നുണ്ട്. ആ ഈ ഇടത്തെ പല്ല്, നടുക്കലത്തെ പല്ല്, വലത്തെ പല്ല്. അച്ഛൻ വിളിച്ചോ? അച്ഛൻ വിളിച്ചു. അച്ഛൻ എന്ന് പറയണോ? അച്ഛൻ ദുബായില് എന്തോ സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. ജോലിയൊക്കെ ആയോ അച്ഛന്? ഇല്ല, ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ചെറുതല്ലേ ഇത്? അച്ഛന് കിട്ടും കേട്ടോ മോളെ. ഉടനെ ജോലി കിട്ടും കേട്ടോ. താങ്ക് യു. ഉടനെ ജോലി കിട്ടിട്ടെന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഏത് പാട്ടാ മോള് പാടുന്നേ? അമ്പിളിമാമ കുമ്പിളിൽ എന്താണ്? അമ്പിളി അമ്മാവാ. അമ്പിളിമാമ. അതേത് പാട്ടൊന്ന് പാടിക്കേ. അമ്പിളിമാമ കുമ്പിളിൽ എന്താണ്? അത് ഞങ്ങള് കഴിച്ചെന്ന് പറയും. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്താണ്? മാനത്തെ കൊമ്പനാന പുറത്തെ. അപ്പൊ പാടിക്കോ, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. മോളുടെ മനസ്സിലുള്ള നമ്മള് വേറെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോളുടെ മനസ്സിലുള്ള മാഞ്ഞു പോവും. അതുകൊണ്ട് ഗംഭീരമായിട്ട് വെടിക്കെട്ട് പോലെ കേട്ടോ. ഓക്കെ അല്ലേ? കാരി ഓൺ. വെട്ടിക്കെട്ട് പോലെ പാടുന്നത്. ഓക്കെ മീനു ചേച്ചി. ഓക്കെ. അമ്പലത്തെ ചാർത്തിടുവാൻ മാല തരാമോ? പൂമാല തരാമോ? പൂമാല തരാമേ. പൂമാല തരാമോ? പൂമാല തരാം ഞാൻ. പൂമാല തരാമോ? പൂമാല തരൂല. പൂമാല തരാം ഞാൻ. ഞാനൊന്നും തരൂല. ഞാൻ തിരിച്ചു തന്നോളാം. ഞാൻ ഗ്രേഡ് തന്നോളാം. കുമ്പിളിൽ
കുമ്പിളിൽ എന്താണ് കുമ്പിളിൽ എന്താണ് കുമ്പിളിൽ എന്താണ് തറ്ററ്ററ്റാറ്റ ടാറ്റ പപ്പ 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 ടക്കടട്ടട്ടാട്ട ടക്കട ധീം തരികട ധീം തരികടതോം. ഇത് പാടും. ധീം തരികട ധീം തരികടതോം. പറ്റിച്ചേ പറ്റിച്ചു. ധീം തരികട ധീം തരികടതോം. തരികിട ആ ധീം തരികട ധീം തരികട ധീം തരികട ധീം തരികട ധീം തരികട ധീം തരികടതോം. ഇത്ര മതി. ധീം തരികട ധീം തരികടതോം. എനിക്ക് ആ സാറിന് എനിക്ക് അറിയത്തില്ല. സാധനമല്ല, അത് ചൊല്ല. അത് ചൊല്ല ആ അത് ചൊല്ലാണ്. ചൊല്ലെന്ന് വെച്ചെന്തുവാ? ചൊല്ലെന്ന് വെച്ചാ ധീം തരികട ധീം തരികടതോം. അത് തന്നെ ചൊല്ല്. മോളെ എന്താ? കിട്ടു. താങ്ക് യു. അസലായിട്ട് ചില ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങുമ്പോൾ, ലൂസിഫർ ഒക്കെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് എന്തോ എന്തോ വലിച്ച് ഒരുപാട് ഭാഷകളുണ്ട് ഇപ്പോഴും. ആ കലക്കി പൊളിച്ചു, കലക്കി പൊളിച്ചു, പിന്നെന്തോന്ന് മരണമാസ്. മരണമാസ്. ആ. അതെന്താണെന്ന് എനിക്ക് അത് മനസ്സിലാവുന്നില്ല. ഭയങ്കര മാസ് ഡയലോഗില്ലേ ലാലേട്ടൻ തന്നെ. മരണമാസ് മരണമാസായിരുന്നു. എന്തൊക്കെ പറഞ്ഞല്ലേ. ഇത് ഞാൻ സിമ്പിളായിട്ട് പറയാം, ടോപ്പായിരുന്നു. ആ കേൾക്കാൻ എന്തായാലും സൂപ്പറായിരുന്നു. മോള് പാടിയതും നന്നായിരുന്നു, ടോപ്പായിരുന്നു. അത്ര എനിക്ക് പറയാൻ പറ്റും. നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? അത് ഗ്രൂമേഴ്സ് പറഞ്ഞുതരും. ആ അല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു 4 ബാർ തബല മാത്രം പൊക്കോണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ മോക്ക് എടുക്കാൻ വിട്ടുപോയോ എന്നിട്ട് ഒരു കൂസലുമില്ല. ആ 4 ബാർ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ട് കൊച്ചു പാട്ടെടുത്ത്. സുഖമായിരിക്കുന്നു. പിന്നെ സുഖമായിട്ടിരിക്കുന്നു. വിശേഷങ്ങൾ പറയൂ, കാരണം പാട്ടൊക്കെ പോട്ടെ. വിശേഷങ്ങൾ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. ആ പിന്നെ എൻ്റെ അപ്പച്ചിയുടെയും കോമളവല്യമ്മയുടെയും തിരുവാതിര കളി ഉണ്ടായിരുന്നു. കോമളവല്യമ്മയുടെ തിരുവാതിര കളി ഉണ്ടായിരുന്നു. ഞാൻ മിസ് ചെയ്തല്ലോ ദൈവമേ. അപ്പച്ചിയുടെ ഉണ്ടായിരുന്നു. അയ്യോ അപ്പച്ചിയുടെ ഉണ്ടായിരുന്നു. ദൈവമേ, ഞാൻ എവിടെ പോയി കിടന്നു എന്തോ. കുട്ടൻ അത് കുഴപ്പം കുട്ടനാ. കുട്ടൻ എന്നെ വിളിച്ച് മദ്രാസിൽ കൊണ്ട്. അയ്യോ ആ കോമളവല്യമ്മയുടെയും അപ്പച്ചിയുടെയും ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ താണ് വീണ് പറഞ്ഞു. അവ പറഞ്ഞു പറ്റത്തില്ല, അവിടെ വന്ന്. ചേട്ടാ അതെങ്ങനെ റെക്കോർഡിംഗ് മാറ്റി വെക്കുന്നു? ഇങ്ങനെ പട്ടാഭിരാമൻ എന്ന് പറഞ്ഞ ഡാൻസ് പിന്നെ കാണാം, പക്ഷെ പാട്ടിപ്പോ പാടണ്ടേ? അല്ല, എനിക്ക് എന്താണ് എന്തോ കുഞ്ഞമ്മേ, കോമളവല്യമ്മ. കോമളവല്യമ്മയുടെ അപ്പച്ചിയുടെയും ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വരത്തില്ലായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഉള്ളപ്പോ വിളിച്ചോളൂ, എം ജി എണ്ണം വരും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി എന്നെ ഒരു പടത്തില്, പട്ടാഭിരാമൻ എന്ന് പറഞ്ഞ പടത്തില് ഒരു ഉഗ്രം പാട്ട്, പിള്ള ഗണപതിയെ എന്ന് പറഞ്ഞു. അയ്യോ ഈ ട്യൂണായി പോയ ഒരടിപൊളി പാട്ട്. കൈതപ്രം സാർ എഴുതി, MJ മ്യൂസിക്കില്. അടുത്ത വർഷത്തെ അല്ല ഈ വർഷം ഇറന്നെങ്കിൽ ഈ വർഷം സൂപ്പർ ഹിറ്റ്. ഗാനമേളക്കാർക്കെല്ലാം വെച്ച് പൂഞ്ച് വിളയട അങ്ങനത്തെ ഒരു പാട്ടാണ് ഉണ്ണി ഗണപതി എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങള് ഗുരുവായൂർ അപ്പന്റെ നടയിലൊക്കെ പോയി തൊഴുതു. പിന്നെ എന്റെ കയ്യിലിരിക്കുന്ന ഈ മോതിരം അവിടുന്ന് മേടിച്ചതാ. ഓക്കെ, മോള് പാടിയൊക്കെ നന്നായിരുന്നു. എനിക്കിപ്പോ ഇത്രയും വിശേഷം കേട്ടാ മതി. ഓക്കെ, സന്തോഷമായി അങ്കിളിന്. താങ്ക് യു. ഈ പാട്ട് കേട്ടപ്പോ ശരിക്ക് സിത്തു സാധാരണ പറയുന്ന ഒരു വാക്ക് പറയുന്ന ആഗ്രഹം, തക്കിടുവാ. എപ്പോഴും പറയും സിത്തു തക്കിടുവാ. ആ അങ്ങനെയാണ്, തക്കിടുവാണ്. ഓമനിക്കാൻ തോന്നണം ഇപ്പൊ കേട്ടോ. അമ്മൂമ്മേ, മുമ്മോ എന്തോ മോനെ. അമ്മൂമ്മ ഭക്ഷണമൊക്കെ കുറയ്ക്കുന്നുണ്ടോ അതോ? അത് മാത്രം ചോദിക്കാൻ ഞാൻ മിനിഞ്ഞാന്ന് തൊട്ട് എക്സസൈസ് ചെയ്യാൻ എന്താണ് എക്സസൈസ് ചെയ്തത്? അങ്കിള് പറഞ്ഞു തരുമോ, പഠിപ്പിച്ചു തരുമോ? എങ്ങനെയാണ് അത്? മൈക്ക് പഠിക്കണോ ചേച്ചി? പഠിക്കണോ? ഡോറിന്റെ ആ സാധനത്തിൽ പിടിച്ചിട്ട് പിന്നെന്താ കണ്ണ ഇങ്ങനെ 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 ചെയ്യണം. എക്സസൈസ് അല്ലേ? ഇത് ഭയങ്കര എക്സസൈസ് ആണ് കേട്ടോ. ബുദ്ധിമുട്ടത്. ഓടൂ. ഞാൻ സ്കിപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കാലും പൊക്കിയിട്ട് ജമ്പ് ചെയ്യും.
കൊച്ചിന് പാട്ട് പഠിക്കാൻ നേരമില്ല ഇപ്പൊ ഇതേ ഉള്ളൂ ജോലി. എക്സസൈസ് ചെയ്യാണ്. അത് കുറച്ചു നേരം ചെയ്യും, അത് കഴിഞ്ഞിട്ട് പാട്ട് പഠിക്കും. ഇപ്പൊ ഇതിലെ പാട്ട് പഠിക്കുന്നുണ്ട്, അതിനിടയിൽ ഈ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പാടാൻ പറ്റണം. അമ്മൂമ്മയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ പാട്ട് വല്ലതും ആണോ? താങ്ക് യു. അങ്ങനെ ഭയങ്കര മധുരമല്ലേ അമ്മൂമ്മയുടെ പാട്ടിന്. അത് മാത്രല്ല അമ്പിളി മാമ എന്നൊക്കെ പറയുമ്പോ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണാം. അതെ, അമ്പിളി മാമ, അമ്പിളി മാമ, എല്ലാവരുടെയും മാമ ആ അമ്പിളി മാമനോടുള്ള ഭയങ്കര ഇഷ്ടം അങ്ങനെ കാണിച്ചു കേട്ടാ. താങ്ക് യു. അമ്പിളി മാമനെ നോക്കാറുണ്ടോ? ചില സമയത്ത് നോക്കാറുണ്ട്. അപ്പൊ അമ്പിളി മാമൻ എന്തെങ്കിലും പറയാറുണ്ടോ? നല്ലപോലെ പാടട്ടെ. പാടട്ടെ എന്ന് പറയോ അമ്പിളി മാമൻ? പറയോ? ഹായ് വൈഷ്ണവി, നല്ലപോലെ പാടണേ എന്ന് മോളിത് പറഞ്ഞു തരും അല്ലേ? ആ, അമ്പിളി മാമന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ ഈ പാട്ട്. താങ്ക് യു. ഓക്കേ, വൈഷ്ണവി കുട്ടാ, എന്താ സിതാരൻജി? നല്ല സോങ് സെലക്ഷൻ, വൃത്തിയായിട്ട് പാടി, നമ്മുടെ കുട്ടിയായിട്ട് പാടി കേട്ടോ. ഓക്കേ. വേറെന്താ ഇപ്പൊ പറയാ അവളുടെ അടുത്ത്? നന്നായിട്ടാ പാടിയത്, നല്ല എനർജി ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ശരിക്കും ലിങ്ക് ഇല്ലാത്തതാണോ അതോ ഇല്ല അങ്ങനത്തെ മാറിയതാണോ? പക്ഷെ അത് സമ്മതിക്കണം കേട്ടോ. അപ്പം വൈഷ്ണവി അത് കൗണ്ട് ചെയ്ത് മാത്രമല്ല, അവൾക്ക് ഒരു പ്രശ്നവുമില്ല. ആ ലിങ്ക് വായിച്ചു കഴിഞ്ഞ ഉടനെ കൃത്യമായിട്ട് തുടങ്ങി മെടുക്കി. താങ്ക് യു. പിന്നെന്താ പറയാ, ഒന്നും പറയാലല്ലോ. അല്ലെങ്കിൽ രണ്ട് കുറ്റം കണ്ടുപിടിക്കട്ടെ. ചക്കരയാണ് കേട്ടോ. God bless you. നമുക്ക് എന്ത് ഗ്രേഡ് കൊടുക്കാം? എന്ത് കൊടുക്കാം? മുത്തുമണീന്റെ അടുത്ത് ചോദിച്ചു നോക്കാലോ. മീനുട്ടി പറ. മുത്തേ ചക്കരമുത്തേ. ഇങ്ങനെ പാടണം. മുത്തേ മുത്തേ പൊന്നും പൊന്നും മുത്തേ. പൊന്നും പൊന്നും മുത്തേ. ഒരുപാട് സ്നേഹത്തിൽ പാടണം. മുത്തേ മുത്തേ പൊന്നും മുത്തേ. മുത്തേ മുത്തേ പൊന്നേ മുത്തേ. ആ, അതാണ്. അപ്പൊ എന്ത് പറയുന്നു? എട്ടോപ്പ് കൊടുക്കാലോ. ആണോ തന്നെ ചേട്ടാ? സിത്തു പിന്നെന്താ? ആണോ? ആ, അത് കൂടി പോയോ? ഇല്ലല്ലോ. ആ, മുത്തുമണി പറയുന്നു ഇന്നത്തെ ഗ്രേഡ് എ ടോപ്പ് ആണെന്ന്. താങ്ക് യു. കണ്ണനിലോണെ പൂക്കുച്ചേ. ലോലപ്പമ്പിള്ളേ. Congratulations, you are awarded A top. താങ്ക് യു. അപ്പൊ വൈഷ്ണവി കുട്ടി, എന്താ മീനു ചേച്ചി? ഓൾ ദി ബെസ്റ്റ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഇനി ഓഡിയൻസ് എല്ലാരും കാത്തിരിക്കുന്ന സമയമാണ്. ഓഡിയൻസ് ചോയ്സിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഓഡിയൻസ് ഇന്ന് ആരാ വരാൻ പോണേ? ഹലോ ചേച്ചി. ഹലോ, പേരെന്താ? ടിൻഡു. ഞാൻ ചിൻഡു മോനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിൻഡു മോളാണോ? ചിൻഡു മോൾ ആദ്യം കാണാം കേട്ടോ. ഹലോ, നമ്മള് മാച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഗ്ലാമർ ചേച്ചിയാണ് കേട്ടോ. ഓക്കെ, വെൽക്കം വെൽക്കം. കോമഡി പറയോ ചിൻഡു മോനെ പോലെ? ഇല്ല. പാട്ട് പാടുവോ? പാട്ട് ആസ്വദിക്കുന്നതാ ഇഷ്ടം. ആസ്വദിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ടോപ്പ് സിംഗർ കാണാറുണ്ടോ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, 2 കുട്ടികളുണ്ട്. അവരുടെ പേരെന്താ? ആൻഡ്രിയ, ആൻസിയ. അപ്പം എല്ലാരും ടോപ്പ് സിംഗർ കാണാറുണ്ട്. എല്ലാവർക്കും ആരെയാ ടോപ്പ് സിംഗർ ഏറ്റവും ഇഷ്ടം? വൈഷ്ണവിക്കുട്ടി, അനന്യ, തീർത്ഥ, എല്ലാവരും. അപ്പൊ ഇപ്പൊ ആരുടെ പാട്ടാ കേക്കണ്ടേ? തീർത്ഥയുടെ പാട്ട്. തീർത്ഥയുടെ പാട്ടാണ്. അപ്പൊ തീർത്ഥേനെ കാണണ്ടേ? വിളിക്കട്ടെ. വെൽക്കം തീർത്ഥ. തീർത്ഥനെ കണ്ടോ? മുടിയൊക്കെ വെട്ടി വേറെ ലുക്കായില്ലേ? ഏതാ നല്ലത്? ഇപ്പോഴത്താണോ പണ്ടത്തെയാണോ നല്ലത്? രണ്ടും കൊള്ളാം. എന്നാലും കുറച്ചുകൂടെ നല്ലത് ഇപ്പോഴല്ലേ? കുറച്ചുകൂടെ ഗ്ലാമർ അല്ലേ? ചുമ്മാ പറഞ്ഞതാണ്, മോള് പൊങ്ങിയൊന്നും പോകണ്ട. ഓക്കെ, അപ്പം ചേച്ചിനെ പരിചയപ്പെട്ടോ? എന്താ ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ ടിൻഡു. ഓക്കെ, ഏത് പാട്ടാ പാടിക്കൊടുക്കണേ ചേച്ചിക്ക്? ആമി എന്ന് പറഞ്ഞ സിനിമയിലെ നീർമാതളപ്പ്. ഓക്കെ, നമുക്ക് കേൾക്കാല്ലേ ഇപ്പൊ പാട്ട്? നീലാംബരി
പറയുവാനുണ്ടൊത്തിരി. ബെസ്റ്റ് പെർഫോമർ എന്ന് ചോദിക്കാൻ പോവില്ലേ ആ. ഈ എപ്പിസോഡില്? അതെ, അത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട്. ചോദിച്ചോ? ആ നട്ടാൽ മുളയ്ക്കാത്ത പയർ ഏതാണ്? നട്ടാൽ മുളയ്ക്കാത്ത പയർ. നട്ടാൽ മുളയ്ക്കാത്ത പയർ. അയ്യോ ആ കറക്റ്റ്. എന്താ? അയ്യോ ഒന്ന് പറഞ്ഞു പൊട്ടിക്ക്. കേട്ടില്ല. എംപയർ. എംപയർ. ആ അമ്പയർ എന്നാ പറഞ്ഞിരുന്നത്. ഞാൻ എന്ത് പയറാണെങ്കിലും ഓക്കെയാണല്ലോ. അമ്പയർ. അമ്പയറും എംപയറും. ഇനി ചോദിച്ചോ. അപ്പൊ MG അങ്കിളെ ക്യൂട്ടി ഡെപ്യൂട്ടി ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഈസ് ആദിത്യൻ. ആദിത്യൻ, വെൽക്കം ഓൺ സ്റ്റേജ്. ക്യൂട്ടി ഡെപ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദ ഡേ MG അങ്കിൾ വെച്ചെടുക്കുന്നു. പ്രണവമധുനുകരുവതിനുണരുമൊരു ദാഹം, കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം. പ്രണവമധുനുകരുവതിനുണരുമൊരു ദാഹം, കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം. മൃണ്മയ മനോജ്ഞമുടൽ വീണുണയുകില്ലേ ഉന്മയത്തിനുള്ളിലെരിയുന്ന കടദീപം. മൃണ്മയ മനോജ്ഞമുടൽ വീണുണയുകില്ലേ ഉന്മയത്തിനുള്ളിലെരിയുന്ന കടദീപം. കാണാനുഴറുന്നു നാടായ നാടും കാടായ കാടും തേടിയലയുന്നു. ഏതു പൊരുൾ തേടിയതു ഗാനജലമായിതു പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂവായി വിരിഞ്ഞു